മാം നല്ല ചൂടുള്ള പുട്ടും കടലയും. ഓക്കെ, പുട്ട് ഐ വുഡ് ഗിവ് ഇറ്റ് അറൌണ്ട് 8 on 10 ബിക്കോസ് ഒരു 150 gram പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു 150 to 200 calories വരുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ കൂടെ തന്നെ കടലക്കറിയോ അല്ലെങ്കിൽ ഒരു മുട്ടയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. ഗ്ലൈസിമിക് ഇൻഡെക്സ് മോഡറേറ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഇഡലിയും ദോശയാണെങ്കിലും രണ്ട് കാറ്റഗറിയിൽ വരും, ഓൾദോ സെയിം മാവാണെങ്കിലും. സോ ഇഡലിക്ക് ഞാനൊരു 9 on 10 കൊടുക്കും ബിക്കോസ് ഇറ്റ് ഇസ് ആക്ച്വലി എ കംപ്ലീറ്റ് മീൽ. ഫെർമെൻറ്റഡ് ഫുഡ് ആയതുകൊണ്ട് പ്രോബയോട്ടിക്സ് ഉണ്ട്, ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് അപ് ടു 3 ഇഡലിയൊക്കെ കഴിച്ചാലും ഏകദേശം 80 to 90 calories വരുന്നുള്ളൂ. സോ ഇറ്റ്സ് എ ഗുഡ് മീൽ. ദോശ എന്നാൽ അങ്ങനെയല്ല. ദോശ നമ്മളൊരു 1 മീഡിയം സൈസ് ദോശ കഴിക്കുമ്പോൾ തന്നെ അറൌണ്ട് 150 calories വരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഫെർമെൻറ്റഡ്, പ്രോബയോട്ടിക്സ് ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഇതിലേക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, കുറച്ച് മില്ലറ്റ്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കുറച്ച് പൊടിപ്പിച്ച പയറോ സാധനങ്ങളൊക്കെ ഇടും.